എടോ കമ്മീഷണറെ, ഇവിടെ ആടോ. ആ തന്നെ തന്നെ. എടോ താനാണോ ഞങ്ങളുടെ മോഹൻജിയുടെ അനിയൻ സണ്ണിച്ചനെ പിടിച്ച് നടു റോഡിലിട്ട് ചവിട്ടിയത്? നിങ്ങൾ മിണ്ടാതിരി മനുഷ്യ. ഇന്ന് ഇയാളോട് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ. എടോ IPS എന്നൊരു വാലുണ്ടെന്ന് വെച്ച് ഏത് മരത്തേലും കയറി പിടിച്ച് കുലുക്കാമെന്നാണോ തന്റെ വിചാരം? ചോല കൊരങ്ങന്മാരെ പോലെ. ഇദ്ദേഹം ഇങ്ങനെ നിഴല് പോലെ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് മാഡത്തിനെ കൊരങ്ങനെ കണ്ടാ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? എളുപ്പത്തിനും പറയുന്നോടോ. മാഡം, ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ, ചിലപ്പോ മറന്നു കാണും. 10-12 കൊല്ലം മുമ്പുള്ള കഥയാ. അന്ന് ഞാൻ കണ്ണൂർ ASP ഓൺ പ്രൊബേഷൻ ടൗണിലെ കുബേരന്മാരുടെ നിശാ ക്ലബിൽ ഉടുത്തിരുന്നതെല്ലാം ഉരിഞ്ഞെറിഞ്ഞ് കുടിച്ച് ബോധം കെട്ടവന്മാരുടെ നടുക്ക് നിന്ന് റെക്കോർഡ് ഡാൻസ് ചെയ്ത നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. രാത്രി മുഴുവൻ നിങ്ങൾ ലോക്കപ്പിലിരുന്ന് കരഞ്ഞു. പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോ പിഴയടയ്ക്കാൻ പണമില്ലാതിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ പേഴ്സിൽ നിന്ന് പണമെടുത്തടച്ചു. എന്നിട്ട് വണ്ടിക്കൂലിക്കും വഴിച്ചെലവിനും ആഹാരത്തിനും കയ്യിൽ നിന്ന് കാശ് തന്ന് ഒരു കോൺസ്റ്റബിളിനെ കൂട്ടി നിങ്ങളെ വീട്ടിലെത്തിച്ചു. സാറിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അന്ന് കണ്ണ് നിറഞ്ഞ് പറഞ്ഞത് ഓർമ്മയുണ്ടോ മാഡം അച്ചാമ്മ വർഗീസിന്? പത്രക്കാർക്ക് കൊടുക്കാതെ ഇപ്പോഴും എന്റെ പേഴ്സണൽ ഫയലിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ പഴയ അച്ചാമ്മ ചാക്കോയുടെ ഫോട്ടോയും സ്റ്റേറ്റ്മെന്റ്സും. എന്താ അത് കാണണോ ഈ മുഖം ഓർമ്മ വരാൻ? ഒരല്പം ക്രൂരമായി പോയി എന്ന് എനിക്കറിയാം സാർ. ഐ എം സോറി. ബട്ട് ഒരപേക്ഷയുണ്ട്. സൽക്കാരവും പാർട്ടിയും സ്വാപ്പിങ്ങും ഡിന്നറും ബഹളവും ഒക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും സാറിന് മാത്രമായിട്ട് ഇവരെ ഒറ്റയ്ക്ക് കിട്ടുമെങ്കിൽ ഒന്ന് അറിയിച്ചു കൊടുക്കണം. കഴിയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ആണെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞു മന്ത്രി? എന്ത് പറയാൻ, പാവം ചിലപ്പോ ഒരു പരാതി എഴുതി കൊടുത്തു കാണും. തന്റെ പേരിൽ ഇങ്ങനെ നിത്യം പരാതി വാങ്ങിച്ചു വാങ്ങിച്ച് സർക്കാരിന് കൈ കുഴഞ്ഞിട്ടുണ്ടാവും. അയ്യോ, എന്ത് പറ്റി? നൊന്തു. ആഹാ, ഭരത്ചന്ദ്രൻ അങ്ങനെ ഒരു വികാരം ഉണ്ടല്ലേ? യെസ്, കം ഇൻ. യെസ്, മോഹൻ തോമസ്. നമ്മളൊരിക്കൽ കം. ഇന്ദു കുറുപ്പ്, യുവർ ലേഡി ലവ് ആൻഡ് ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ് അല്ലേ? ഇരിക്കാം. മിസ്റ്റർ ഭരചന്ദ്രൻ, ഇവിടെ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട സംഭവങ്ങൾ നടക്കുമ്പോൾ സ്ഥലത്തുണ്ടാവാൻ പറ്റിയില്ല. ഐ വാസ് അബ്രോഡ്. ഒരു സിംഗപ്പൂർ ഹോങ്കോങ് ട്രിപ്പ്. ജസ്റ്റ് ബിസിനസ്. സ്വന്തം കൂടപ്പറപ്പിനെ പിടിച്ച് നിങ്ങൾ ഇടിച്ചു പിഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ആദ്യം തോന്നിയത് വിഷമമല്ല, നിങ്ങളുടെ അതിര് കടന്ന ചങ്കൂറ്റത്തെക്കുറിച്ച് നേരിയ അത്ഭുതം. ഉദ്ദേശിച്ചത് ഒരു കോംപ്ലിമെന്റ് ആണെങ്കിൽ വേണ്ട. ഇങ്ങോട്ട് ഉപദ്രവിച്ചതിന് പകരം പണ്ട് കോഴിക്കോട്ടെ സാഹിബ് ചെയ്യിച്ച പോലെ ഒരു 3-ാം തരം ഗിമ്മിക്കിൽ എനിക്ക് വിശ്വാസമില്ല. അന്ന് കണ്ടപ്പോഴേ പറഞ്ഞിരുന്നല്ലോ സാർ, ഇവിടുത്തെ കാൽക്കാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല, ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഭൂമിയെന്ന്. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തൊപ്പിയും ധരിക്കുന്ന പഴയ ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലിയല്ല. അവരെ അപ്പാടെ പടിയടച്ച് പിണ്ണം വെച്ച് ഹൈടെക്കിലും ബ്ലൂ ചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രെയിൻ ബാങ്കുകളിലും എല്ലാം രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമർത്ഥയായ ഡൽഹി. ഐ ബിലോങ് ദേർ. ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസ് ഓഫീസറോട് തായം കളിക്കാൻ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. സോ എന്താണ് ഡിമാൻഡ് എന്ന് വെച്ചാൽ പറയാം. പണമെങ്കിൽ പണം. നിങ്ങൾ പറയുന്നത് എന്തും. ബട്ട്
ഒരു ചെറിയ വാണിംഗ് ഉണ്ട്. മോഹൻ തോമസുമായി ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ അതിന് ഭരത്ചന്ദ്രൻ ഇന്നുവരെ ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും ഒരുപക്ഷെ മതിയായില്ലെന്ന് വരും. Here is my card. തീരുമാനം അനുകൂലമാണെങ്കിൽ just give me a ring. ജസ്റ്റ് എ മിനിറ്റ്. ഇന്ദു പ്ലീസ്, കുടിക്കാൻ എന്തെങ്കിലും ആവല്ലേ? Very much. ഇരി. Thanks. സോ എനിക്ക് നിങ്ങളുടെ കോള് പ്രതീക്ഷിക്കാം അല്ലേ? And now you may please get out. I said get out, you! Get out! No! സാറിന് ഇന്നലെ മോഹൻ തോമസ് കൊടുത്ത കാർഡ്, മുമ്പ് ഹോമിസൈഡ് സ്പോട്ടിൽ നിന്ന് കിട്ടിയ കാർഡ്, പിന്നെ ഈ ഗ്ലാസ്, മൂന്നിലും ഒരേ വില്ലടയാളങ്ങളാണിക്ക. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ഇന്നലെ സാറിനെ വന്ന് കണ്ടപ്പോൾ തന്നെ ഈ മോഹൻ തോമസ് ജസ്റ്റിസ് മഹേന്ദ്രനെയും ചെന്ന് കണ്ടു കാണും. സ്വാധീനിക്കാനും വരട്ടാനും ഒക്കെ ശ്രമിച്ചും കാണും. ബട്ട് ഇപ്പോഴും ഇതൊരു ഊഹം മാത്രമാണ്. ഇയാൾ കമ്മീഷനെ ചെന്ന് കണ്ടു കാണുമെന്നുള്ളതല്ലാതെ വേറൊന്നിനും നമുക്ക് തെളിവുകളില്ല. പക്ഷെ ഇപ്പോ കുറഞ്ഞപക്ഷം സംശയിക്കാൻ നമുക്ക് കൃത്യമായിട്ടൊരാളുണ്ട്. അതെ, സോളിഡ് ആയിട്ടൊരാൾ. ചിലപ്പോ ഒരാൾ മാത്രമാണോന്നുമില്ല, അല്ലേ? There could be 3. AIG Menon, IG Rajan Felix, പിന്നെ മോഹൻ ജി, the ace manipulator. Shoot him, but ജീവനോടെ വേണം എനിക്ക് അവനെ. Come on.
जस्ट अ मोमेंट. मोहन जी, आपका कॉल. ആ നന്നായി. പിടികൊടുക്കാതെ സ്വയം ജീവനെടുക്കാനുള്ള ബുദ്ധി തോന്നി നിന്റെ ടോണിക്ക്. നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ രേഖകളൊന്നും ഉണ്ടാവില്ലല്ലോ അവന്റെ കയ്യില്. No. He is clean. എനി ബ്രേക്ക് ത്രൂ? സർ, ഇവന്റെ പേര് പിടികിട്ടി. ഇത്തിരി വിചിത്രമാ. അന്തോണി ഇഗ്നേഷ്യസ് പിമെന്റോ. എങ്ങനെ കിട്ടി? പോസ്റ്റ്മോർട്ടത്തിന് ബോഡി കിടത്തിയപ്പോ ഡോക്ടറാണ് കണ്ടത്. ഇടത്തെ നെഞ്ചിന്റെ താഴെ പേര് പച്ച കുത്തിയിട്ടുണ്ട്. ആന്റണി ഇഗ്നേഷ്യസ് പിമെന്റോ. താങ്ക് ഗോഡ്. ഇവന്റെ ബോഡി ഇതുവരെ ആരും ക്ലെയിം ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. എനിത്തിങ് എൽസ്? സർ, വലത്തെ മുട്ടിന് മുകളിൽ ഒരു കരിഞ്ഞ മുറിപ്പാടുണ്ട്. മുൻപെപ്പോഴോ വെടിയുണ്ട കയറി ഇറങ്ങിയതാണ് ഇവന്റെ കാലില്. മീൻസ് ഇവൻ ഒരു സീസൺഡ് ക്രിമിനൽ ആണ്. യെസ്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവന്റെ കയ്യിലെ കറൻസി നോട്ട്സും മുമ്പ് കോൺസ്റ്റബിൾ ഗോപിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ നോട്ട്സും സെയിം ബ്രീഡാണ്, ഒരേ അച്ച്. എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ച ഇവൻ മോഹൻ തോമസ് ചെല്ലും ചെലവും കൊടുക്കുന്ന ഒരു ഗൂണ്ടയാവണം. പിന്നെ കോൺസ്റ്റബിൾ ഗോപിയുടെ കയ്യിലെ കറൻസിയും ഇതും രണ്ടും ഒരേ ജനുസാണെങ്കിൽ ഈ ഗോപിയെ പണം കൊടുത്ത് വശത്താക്കിയതും പിന്നെ ഒടുവിൽ നമ്മുടെ പിടിയിലാവുമെന്ന് കണ്ടപ്പോ കൊന്നുകളഞ്ഞതും മോഹൻ തോമസ് തന്നെ ആവണം. അപ്പൊ കൊലപാതകം മാത്രമല്ല, കള്ളനോട്ടും ഉണ്ട് ആ മോന്റെ കയ്യില്. ജസ്റ്റ് ഒരു ഗാംബ്ലിംഗ് പോലെ നമുക്ക് ഈ മോഹൻ തോമസിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് നോക്കിയാലോ വെക്കാം. അയ്യോ, പണ്ടിവന്റെ അനിയൻ സണ്ണി തോമസിനെ അറസ്റ്റ് ചെയ്യാൻ പോയിന് നാണക്കേട് ഇപ്പോഴും തീർന്നിട്ടില്ല. പകരം നമുക്ക് വേറൊരു ഗാംബ്ലിംഗ് നോക്കാം. പേര് കേട്ടിട്ട് ദിസ് ബഗർ മസ്റ്റ് ബി എ ഗോവൻ. യെസ്, ലെറ്റ്സ് ട്രൈ. എക്സ്ക്യൂസ് മീ സർ, എ മെസ്സേജ് ഫോർ യു. മിസ് സിന്ധു.